അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ തെറ്റില്ല. ഈ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് CPM അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിലുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം എതിർപ്പ് CPI ഉന്നയിക്കുന്നതിലും തെറ്റില്ല. അത് CPI ഉന്നയിക്കുക സ്വാഭാവികമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഏത് പാർട്ടികളും അവിടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട്. അതവർ പ്രകടിപ്പിച്ചെന്ന് വരും. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിൽ ഈ SSK എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് BRCയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല. അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ പേരുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും നിയമപ്രകാരമുള്ള നികുതി വിഹിതം പോലും കേരളത്തിന് നൽകാതെ കേരളത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ഉപരോധിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ പ്രയാസങ്ങളുടെ നടുവിലും കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേരളത്തിന് ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവരെ കേന്ദ്രത്തെ സമീപിക്കുന്ന നിലപാട് ഈ സമീപ ദിവസങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. മറ്റ് വിശദാംശങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങളോട് സംസാരിക്കാൻ. അതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നത്. അതിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊതുവെ ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട സഹായം ലഭ്യമാക്കുന്നതിനുള്ള സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ്. ചിലപ്പോൾ അതിന്റെ കൂടി ഭാഗമായിരിക്കാം വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു സമീപനം എടുത്തത്. നിങ്ങൾ അതൊക്കെ പറയാൻ എളുപ്പമാണ്. അതിനുള്ള സമരങ്ങളും ഇതിന്റെ ആശയപരമായ എതിർപ്പ് ഉന്നയിക്കുന്നതിലും കേരളത്തിന് അർഹതപ്പെട്ട് നേടുന്നതിലും ഒരു തരത്തിലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഭരണ നടപടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഈ ചെറിയ കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ SSKയിൽ എത്ര ജീവനക്കാരാ ജോലി ചെയ്യുന്നത്? അത് ഈ ഫൈറ്റ് ചെയ്ത് എല്ലാം റെഡിയായതിനു ശേഷം പരിഹരിച്ചാൽ മതിയാകും എന്നുള്ള ഒരു നില ഇതിന്റെ പ്രായോഗിക അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോ തമിഴ്നാട് പോലെയല്ല കേരളം. തമിഴ്നാടിന് വരുമാനമുണ്ട്, കേരളത്തിന് വരുമാനമില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ പ്രായോഗികമായി നേരിടുന്നുണ്ട്. എന്നാലും അതുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര നയസമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അത് യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ മന്ത്രിസഭ തീരുമാനമെടുക്കുന്ന CPI അല്ല, LDF ചർച്ച ചെയ്ത വിഷയം ഞാൻ പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കഴിയണം എന്നുള്ള ഒരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ അതിലൊരു പ്രത്യേക തീരുമാനം പിന്നീട് ഇത് സംബന്ധിച്ചിട്ട് എടുത്തിട്ടില്ല. അതിന്റെ ബന്ധപ്പെട്ട വകുപ്പാണ് എടുക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരുടെ വകുപ്പിലും അത് സ്വീകരിക്കാറുണ്ട്. എല്ലാവരുടെ വകുപ്പിലും അത്തരം സ്വതന്ത്രമായ നിലപാടുകൾ ഈ പൊതു നയത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാറുണ്ട്. അതാണുള്ളത്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് നോക്കട്ടെ. അതിനുശേഷം ഞാൻ പറയാം. തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരും. അല്ല, അത് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് വേറെ വഴിയില്ല. കേരളത്തില് ഈ
പ്രശ്നം നമ്മളെ ഈ SSKയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണം. അത് നിങ്ങൾ ഓരോ സ്ഥലത്തും BRCയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതൊരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതിക്കുള്ള പണമാകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. വലിയ ഭാഗവും ചെറിയ ഭാഗം കേരളത്തിന്റെ ഉണ്ട്. അപ്പൊ അതൊന്നും കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതാണ് പ്രശ്നം. നമുക്ക് വേറെ ഒന്നും ഒരു ഭീഷണി ഞങ്ങളെ ഭാഗത്തുനിന്നില്ല. ഞങ്ങൾ അവിടെ EP ജയരാജൻ അവിടെ പ്രതിയോഗത്തിൽ പ്രസംഗിച്ചത് ഇങ്ങനെ അവരെ ഭീഷണി വിലപ്പോകില്ല, അതിനെക്കുറിച്ച് അവർ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അവരെ ഭീഷണിയെ കുറിച്ചാണ് പറഞ്ഞത്. അവര് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക പല രീതിയിലും. എന്ത് കാര്യത്തിന്? സാധാരണ പേരാമ്പ്രയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് LDFന്റെ സമരം നടന്നിട്ടുണ്ട്, UDFന്റെ സമരം നടന്നിട്ടുണ്ട്. LDF പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമര കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങൾ പേരാമ്പ്ര ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ ഇപ്പോഴത്തെ MP മാത്രമല്ലല്ലോ, മുമ്പ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ MP ആയിട്ടില്ലേ, K മുരളീധരൻ MP ആയിട്ടില്ലേ, KP ഉണ്ണികൃഷ്ണൻ MP ആയിട്ടില്ലേ? അത്തരം സന്ദർഭങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ നിലപാട് ഇപ്പോഴെങ്ങനെ ഇവിടെ വരുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിൽ? അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് ജനങ്ങൾ തന്നെയാണ് നിലപാടുകൾ എടുക്കേണ്ടത്. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു MP ഒരു സംഘർഷമുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ സംഘർഷം മൂർച്ഛിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു സംഘർഷമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാര് എന്താണ് പ്രശ്നം എന്നുള്ളത് തിരക്കണം. അങ്ങനെ തിരക്കിയിട്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ അത്തരം സംഭവങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ടിക്കാരായിട്ട് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം സാധാരണ നിലയിൽ സ്വീകരിക്കുന്നത്. അതിന് വ്യത്യസ്തമായ നിലയിലുള്ള പ്രശ്നമാണ്. മൂക്കിനൊക്കെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാ സംസാരിക്കാൻ പറ്റുക? അതെനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊക്കെ എല്ല് പൊട്ടിയാൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? എല്ല് പൊട്ടിയാൽ എങ്ങനെ സംസാരിക്കും? ആലോചിച്ചൊക്കെ ഒരു നല്ല ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. അതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന നാടകങ്ങൾ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പേരാമ്പ്രയിൽ വെറുതെ വാട്സപ്പ് മെസ്സേജ്, പിന്നെ Facebook പോസ്റ്റ്, ഇതിലൂടെയെല്ലാം നിരപരാധികളെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതവര് നിർത്തണം. ഞാൻ അവിടെ പൊതുയോഗത്തിൽ പറഞ്ഞു, ഈ രീതിയിലുള്ള തെറ്റായ പ്രചാരവേല അവരാണ് നിർത്തേണ്ടത്. അവരാണ് ഭീഷണിപ്പെടുത്തുന്നത്. ആ ഭീഷണിയാണ് അവർ അവസാനിപ്പിക്കേണ്ടത്. എന്നിട്ട് സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുക. സമാധാന അന്തരീക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത് അവരാണ്, നമ്മളല്ല. അത് മതിയെന്ന് പിന്നെ നമുക്ക് ഇനിയുണ്ടല്ലേ ഇതിനകത്ത് പറയില്ല. കേന്ദ്ര വിഹിതം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആ വഴിയാണ് സംസ്ഥാനം സ്വീകരിക്കേണ്ടതെന്നാണ് കേന്ദ്ര പ്രസംഗത്തിൽ പറയുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര വിഹിതം നൽകാൻ, തമിഴ്നാട് ആ വഴി സ്വീകരിച്ചു. സംസ്ഥാനവും ആ നിലയിൽ. സംസ്ഥാനം കോടതിയുടെ മുമ്പിൽ കേസില്ലേ? സംസ്ഥാനത്തിന്റെ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നൽകാത്തതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി പോയത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ? ആ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടക്കണം. പക്ഷെ ഇവിടെ പണം കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണ്ടേ? ഇതാണ് പ്രശ്നം. കേരളത്തിൽ എത്ര മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാതി ദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നവകേരളത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ? കേന്ദ്രത്തിന്റെ സഹായം കിട്ടണം. കേന്ദ്രത്തിന്റെ സഹായത്തിന് വേണ്ടി തുടർച്ചയായി കേന്ദ്രത്തിൽ ഇടപെടുക എന്ന് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ.